പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്ന നീർദോശയുടെ റെസിപ്പി നോക്കാം. 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. 2-3 മണിക്കൂർ കുതിർന്നതിന് ശേഷം ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ നന്നായി അരച്ചെടുക്കണം. തരികളൊന്നും ഇല്ലാതെ അരച്ചെടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മാവ് ഇളക്കി യോജിപ്പിക്കണം. 1 കപ്പ് പച്ചരിക്ക് ഇവിടെ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് വന്നത്. ഇനി പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും നല്ലത്. ഫ്ലെയിം മീഡിയത്തിലാക്കി നന്നായി പാൻ ചൂടായതിനു ശേഷം മാവ് കോരി ഒഴിക്കാം. തവി കൊണ്ട് ചുറ്റിക്കരുത്, പാന് നിറച്ച് ഇതുപോലെ കോരി ഒഴിക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടും. നെറ്റ് പോലെ ഒരു വല പോലെ വരുന്നതാണ് ഇതിൻ്റെ ടെക്സ്ചർ. 2 മിനിറ്റ് കൊണ്ട് തന്നെ ദോശ കുക്കായി കിട്ടും. ചൂടോടെ പാനിൽ നിന്ന് തന്നെ മടക്കുവാണെങ്കിൽ ദോശ പിന്നീട് നമുക്ക് നിവർക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കാൻ ചൂടാറിയതിന് ശേഷം മടക്കി സെർവ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മുകൾ ഭാഗത്തെ ഇത്രയും സോഫ്റ്റ്നെസ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. സാധാരണ നീർദോശ ഇതുപോലെ തിരിച്ചിടാറില്ല. മുകൾ വശം ഡ്രൈ ആവണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാം. ഇത് ഏത് കറികളുടെ കൂടെയും ചേരും. നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ പെരട്ട് സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി സ്വീറ്റായിട്ട് കഴിക്കണമെങ്കിൽ തേങ്ങാപ്പാലിൽ ശർക്കര ചേർത്ത് അതിൽ മുക്കി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.